ജീവനക്കാരുടെ കാൽ തല്ലിയൊടിച്ച ചരിത്രം വടകരക്കാർക്കുണ്ടെന്ന CPM നേതാവിന്റെ പ്രസംഗം വിവാദത്തിൽ. വടകര മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരനാണ് പ്രസംഗത്തിലൂടെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിലുണ്ടെന്നും പണ്ട് കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥന്റെ കാലടിച്ച് തകർത്ത പാരമ്പര്യം വടകരക്കാർക്കുണ്ടെന്നുമായിരുന്നു പരാമർശം. നഗരസഭാ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ആശംസാ പ്രസംഗത്തിലായിരുന്നു താക്കീത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചില അഭിപ്രായങ്ങൾ വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ ചിലരെപ്പറ്റി ഇപ്പം വടകര പട്ടണത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചിലര് ഈ സർവീസ് കാലത്തിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയി കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് ഈസ വീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, എല്ലാവരുമല്ല, വളരെ നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള നഗരസഭയാണ് വടകര നഗരസഭ. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കാശ് പിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, വിജിലൻസ് കേസുണ്ട്, പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാളും പ്രധാനം, വടകര നഗരസഭയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കൂ എന്ന നിർബന്ധമായിരുന്നു. അവസാനം ഐസ് റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട്. അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ സന്മനസ് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾക്ക് സേവനം കിട്ടാൻ ഈ ആഫീസ് ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഈ CPM നേതാവ് ഈ വിവാദ പ്രസംഗം നടത്തുന്നത് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിലാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിവാദ പ്രസംഗം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാല് തല്ലി ഓടിച്ച സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണോ? അന്ന് ആരായിരുന്നു ഈ പ്രതിഭാഗത്ത് ഉണ്ടായിരുന്നത്? അതേക്കുറിച്ചുള്ള വിവരങ്ങൾ. ടോം, കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലുള്ള ഒരു കഥയെക്കുറിച്ചാണ് നഗരസഭയുടെ മുൻ ചെയർമാനും CPM നേതാവും കൂടിയായ കെ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആയിരുന്നു. ആളുടെ പേര് പരാമർശിക്കാതെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അന്ന് കാൽ തല്ലി ഒടിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി തന്നെ ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു പ്രസംഗം കൂടിയാണിത്. നഗരസഭ പുതുതായി നിർമ്മിച്ച ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന വേദിയായിരുന്നു ഈ പ്രസംഗം നടത്തിയത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം പിന്നീട് ഈ രാഷ്ട്രീയ നേതാക്കളും പഴയ ചെയർമാൻമാരും അടക്കമൊക്കെ ഉള്ളവർ ഈ ആശംസാ പ്രസംഗങ്ങൾ നടത്തുകയായിരുന്നു. CPM തന്നെയാണ് ഈ വടകര നഗരസഭ ഭരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അടക്കമുള്ളവർ വേദിയിൽ ഇരിക്കെയാണ് ഇത്തരം പ്രസംഗം നടത്തുകയും ചെയ്ത്. നഗരസഭാ ജീവനക്കാരിൽ ഒരു വിഭാഗം വലിയ തോതിൽ കൈക്കൂലി വാങ്ങുന്നു, ഇത്തരം വിവരങ്ങൾ പുറത്തുണ്ട്. അതുകൊണ്ട് അത്തരം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അത്തരം ജീവനക്കാർ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അടുത്തിടെ നഗരസഭയിലെ ഒരു ക്ലർക്കിനെ നീണ്ട 16 വർഷക്കാലം ഒരേ സീറ്റിൽ ഇരുന്ന ശേഷം അടുത്തിടെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റിയതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു. വിവരം പുറത്തു വന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു. എന്തായാലും ആ സ്ഥാനത്തിൽ നിന്നൊക്കെ പിന്നാലെയാണ് ഇത്തരം ഒരു തുറന്നു പറച്ചിലും ഭീഷണിയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.